ഹലോ, നമുക്കിന്ന് വൈറലായ ചീസ് കേക്ക് എങ്ങനെ ഫ്ലോപ്പ് ആക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ലോട്ടസ് ബിസ്കോഫിൻ്റെ ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്, ബട്ടർ ഉണ്ട്, കണ്ടൻസ്ഡ് മിൽക്ക് ഉണ്ട്, ഫ്രഷ് ക്രീം ഉണ്ട്. ഇത്രയും മാത്രം മതി. ഇനി നമുക്ക് ഫസ്റ്റ് ലെയർ സെറ്റ് ചെയ്യാം. അതിനായിട്ട് ഞാൻ കുറച്ച് ബിസ്ക്കറ്റ് എടുക്കുന്നുണ്ട്. ആ ബിസ്ക്കറ്റ് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക. ഒരു പൗഡറി കൺസിസ്റ്റൻസി വരണം. എന്നിട്ട് അതിലോട്ട് ശകലം മെൽറ്റഡ് ബട്ടർ ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്ത് എല്ലാ എഡ്ജസിലും നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് ഫസ്റ്റ് ലെയർ ഇതുപോലെ സെറ്റാക്കി എടുക്കാം. ഇനി സെക്കൻഡ് ലെയറായ ചീസ് ലെയർ നമുക്ക് സെറ്റ് ചെയ്യാം. അതിന് ഞാൻ കുറച്ച് പനീർ എടുക്കുന്നുണ്ട്. വളരെ കുറച്ച് കണ്ടൻസ്ഡ് മിൽക്കും കുറച്ച് ഫ്രഷ് ക്രീമും മാത്രമേ എടുക്കാവൂ. എന്നെപ്പോലെ വാരിക്കോരി ഒഴിക്കരുത്, എങ്കിൽ ഫ്ലോപ്പ് ആവും. നന്നായിട്ട് അടിച്ചെടുത്ത് നമ്മൾ ഫസ്റ്റ് ലെയറിലോട്ട് ഇത് ആഡ് ചെയ്യണം. ഈ കാണിക്കുന്ന കൺസിസ്റ്റൻസിൽ ഒരിക്കലും വരരുത്. വന്നു കഴിഞ്ഞാൽ അത് ഫ്ലോപ്പ് ആയെന്നർത്ഥം. പിന്നെ എന്ത് ചെയ്താലും ശരിയാവില്ല. നമുക്ക് തേർഡ് ലെയറായ ബിസ്കോഫ് സ്പ്രെഡ് ഉണ്ടാക്കാം. അതിനായിട്ട് കുറച്ച് ബിസ്ക്കറ്റ് എടുക്കാം, കുറച്ച് പാല്, കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക്, കുറച്ച് മെൽറ്റഡ് ബട്ടർ, എ പിഞ്ച് ഓഫ് സോൾട്ട്, സിനമൺ പൗഡർ ഉണ്ടെങ്കിൽ സിനമൺ പൗഡർ അത് ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കിട്ടേണ്ട സ്പ്രെഡ് എനിക്ക് വീണ്ടും വാട്ടറി ഫോമിൽ കിട്ടി. സെക്കൻഡ് ലെയറും ഫ്ലോപ്പായി, തേർഡ് ലെയറും ഫ്ലോപ്പായി. പക്ഷെ ഞാൻ തളർന്നില്ല. ഞാൻ എങ്ങനെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സെക്കൻഡ് ലെയറും തേർഡ് ലെയറും സെറ്റ് ചെയ്തെടുത്തു. സെറ്റ് ചെയ്തെന്ന് പറയാൻ പറ്റില്ല. ഞാൻ തേർഡ് ലെയർ ഒഴിക്കും തോറും അത് ഉള്ളിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എവിടെ പോയാലും കഴിക്കാൻ തന്നെയല്ലോ എന്ന് വിചാരിച്ച് സമാധാനിച്ചു. ഇനി കുറച്ച് ഭംഗി കുറച്ച് ബിസ്ക്കറ്റ് പിടിച്ച് ചുറ്റും വെച്ചു. ഇനി ഒരു 8 hours ഫ്രിഡ്ജിൽ വയ്ക്കുക. ഞാൻ 8 അല്ല 10 അല്ല 15 മണിക്കൂർ വെച്ചിട്ട് എടുത്തപ്പോഴും എനിക്ക് സെറ്റായിട്ടില്ല. എനിക്ക് ശരിക്കും മെൽറ്റഡ് ഐസ്ക്രീമിൻ്റെ ഫോമിലായിരുന്നു കിട്ടിയത്. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും ചീസ് കേക്ക് കഴിക്കാൻ ആഗ്രഹിച്ചിട്ട് ലാസ്റ്റ് ഐസ്ക്രീം കഴിക്കേണ്ട ഗതിയായിരുന്നു. എന്താ പറയുക, ചിലർക്ക് ശരിയാവും, ചിലർക്ക് ശരിയാവില്ല. എനിക്ക് ശരിയായില്ല. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തളരത്തില്ല. എല്ലാം സെറ്റായിട്ട് ശരിക്കും നല്ലൊരു ചീസ് കേക്കുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും.